രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകൾ ഒറ്റ സംഘം അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് സംഘമാകും കേസ് അന്വേഷിക്കുക. രണ്ടാമത് കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് ആദ്യ കേസും കൈമാറിയിട്ടുണ്ട്. IG പൂങ്കുഴലിക്കാണ് 2 കേസുകളുടെ അന്വേഷണ ചുമതല. രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ കൂടിയാണ് ഒറ്റ SIT കേസ് അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, രാഹുലിന് കുരുക്ക് മുറുകുകയാണോ ഈ ഒറ്റ സംഘം? അതായത് ഈ 2 കേസുകളും ഒരു സംഘം അന്വേഷിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം അടുത്ത ഒരു നീക്കം എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ? രണ്ട് കേസുകളും ഇനി അന്വേഷിക്കുക IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും. അത്തരത്തിലുള്ളൊരു തീരുമാനത്തിൽ എത്താനുണ്ടായ സാഹചര്യം, ആദ്യ കേസ് അന്വേഷിച്ചിരുന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പരാതി ലഭിച്ച് കേസെടുത്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ സാധിച്ചില്ല. മാത്രമല്ല, ഈ രാഹുലിന്റെ ഒളിയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തുടർ നീക്കങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിലെ തന്നെ ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയെന്നുള്ള ആക്ഷേപവും ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേസിലെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയും സമാനമായിട്ടുള്ള സംഭവങ്ങളിൽ അതിജീവിതമാർ തുടർന്ന് പരാതി നൽകുവാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു SIT സംഘത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് 2 കേസുകളുടെയും അന്വേഷണം ഇനി തുടർന്നുണ്ടാകുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഗർഭചിത്രവും അതുപോലെ തന്നെ ക്രൂര ലൈംഗിക പീഡനവും നടന്നുവെന്ന ആദ്യ കേസിലും രണ്ടാമത്തെ 23-കാരി നൽകിയ ബംഗളൂരുവിലെ ഹോം സ്റ്റേയിൽ നിന്ന് എത്തിച്ചുകൊണ്ട് ക്രൂരപീഡനത്തിനിരയാക്കിയെന്ന രണ്ടാമത്തെ പരാതിയിലെയും അന്വേഷണം ഇനി ഒരു സംഘമായിരിക്കും അന്വേഷിക്കുക. രഹസ്യ സ്വഭാവങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുക. ഇപ്പോൾ തന്നെ ഒളിജീവിതം അവസാനിപ്പിച്ച് പാലക്കാട് വോട്ട് ചെയ്യാൻ രാഹുൽ മടങ്ങിയെത്തിയിരുന്നു. രാഹുൽ കേരളത്തിൽ ഉള്ളതിനാൽ തന്നെ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് ചില തുടർ നീക്കങ്ങൾ നടത്തുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ രാഹുലിന്റെ തുടർ നീക്കങ്ങളെ വിലയിരുത്തുന്നുണ്ട്. അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നുമുണ്ട്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷ, ആദ്യ കേസിലെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് ജാമ്യം തള്ളുന്ന സാഹചര്യത്തിൽ രാഹുലിനെ പിടികൂടുവാനുള്ള, അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കങ്ങളിലും അന്വേഷണ സംഘം ആരംഭിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളിലേക്കും അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിലവിൽ പുരോഗമിക്കുകയാണ്. അശ്വതി, തീർച്ചയായും വീണ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകൾ ഒറ്റ സംഘം അന്വേഷിക്കുമെന്നാണ് അറിയുന്നത്. ക്രൈംബ്രാഞ്ച് സംഘമാകും കേസ് അന്വേഷിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു വീണ.